നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്ന് മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട് അല്ലേ? അത്തരം സാഹചര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം. ഷുഡ് ഇത് നമ്മളൊരു ഉപദേശം ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ചോദിക്കാനൊക്കെയാണ് ഉപയോഗിക്കുക. ഞാൻ ഇപ്പോൾ പോകണം. ഷുഡ് ഐ ഗോ നൗ? ഷുഡ് ഐ ഗോ നൗ? നമുക്ക് മീറ്റിംഗ് തുടങ്ങണം. ഷുഡ് വി സ്റ്റാർട്ട് ദ മീറ്റിംഗ്? ഷുഡ് വി സ്റ്റാർട്ട് ദ മീറ്റിംഗ്? ഞാൻ സത്യം പറയണം. ഷുഡ് ഐ ടെൽ ദ ട്രൂത്ത്? ഷുഡ് ഐ ടെൽ ദ ട്രൂത്ത്? നമുക്ക് അവനെ ക്ഷണിക്കണം. ഷുഡ് വി ഇൻവൈറ്റ് ഹിം? ഷുഡ് വി ഇൻവൈറ്റ് ഹിം? നമുക്ക് പല ശീലങ്ങളുണ്ടാകും അല്ലേ? ചിലർ ദിവസവും ഡയറി എഴുതും, ചിലർ പണം സേവ് ചെയ്യും, എന്നാൽ ചിലർ രാത്രി വൈകി ഭക്ഷണം കഴിക്കും. ഇത്തരം ശീലങ്ങളെക്കുറിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? അതിനാണ് ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ്. എങ്ങനെയാണ് ചോദിക്കുക? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ്. നിനക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് എ ഡയറി? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് എ ഡയറി? നിനക്ക് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടോ? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഈറ്റിംഗ് ലേറ്റ് അറ്റ് നൈറ്റ്? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഈറ്റിംഗ് ലേറ്റ് അറ്റ് നൈറ്റ്? നിങ്ങൾക്ക് പണം സേവ് ചെയ്യുന്ന ശീലമുണ്ടോ? ഡു യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് സേവിങ് മണി? നമ്മൾ ഒരാളോട് വളരെ വിനയപൂർവ്വം എന്തെങ്കിലും ചെയ്യാൻ പറയേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലേ? അത്തരം സാഹചര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം? അതിനാണ് വുഡ് യു മൈൻഡ്. എങ്ങനെയാണ് വുഡ് യു മൈൻഡ് എന്ന് വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഈ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? നിങ്ങൾക്ക് എന്നെ സഹായിക്കുന്നതിൽ പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ? നിങ്ങൾക്ക് കുറച്ച് മിനിറ്റ് എന്നെ കാത്തിരിക്കുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്? വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വുഡ് യു മൈൻഡിന് ശേഷം എപ്പോഴും വേർബിന്റെ ING ഫോം വെക്കണം. ഇംഗ്ലീഷിലെ ഇതുവരെ എന്ന് എങ്ങനെ പറയാം? എറ്റ്. എന്താണ് എറ്റ്? ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഇതിനകം സംഭവിച്ചോ എന്ന് ചോദിക്കാനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാക്കാണ് കേട്ടോ എറ്റ്. എറ്റ്. അവൻ ഇതുവരെ വന്നില്ലേ? നീ അതിതുവരെ ചെയ്തില്ലേ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ. ഇംഗ്ലീഷിൽ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം. അവൻ ഇതുവരെ വന്നിട്ടില്ലേ? ഹാസൻറ്റ് ഹി കം അറ്റ്? ഹാസൻറ്റ് ഹി കം അറ്റ്? അവൾ ഇതുവരെ പോയിട്ടില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഹാസൻറ്റ് ഷീ ഗോൺ അറ്റ്? ഹാസൻറ്റ് ഷീ ഗോൺ അറ്റ്? നീ ഇതുവരെ കണ്ടിട്ടില്ലേ? ഹാവൻറ്റ് യു സീൻ ഇറ്റ് അറ്റ്? ഹാവൻറ്റ് യു സീൻ ഇറ്റ് അറ്റ്? നീ അത് ഇതുവരെ ചെയ്തിട്ടില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഹാവൻറ്റ് യു ഡൺ ഇറ്റ് അറ്റ്? ഹാവൻറ്റ് യു ഡൺ ഇറ്റ് അറ്റ്? അവരിത് ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ലേ? ഹാവൻറ്റ് ദേ ഫിനിഷ്ഡ് ഇറ്റ് അറ്റ്? ഹാവൻറ്റ് ദേ ഫിനിഷ്ഡ് ഇറ്റ് അറ്റ്? അങ്ങനെയാണെങ്കിൽ നീ ഇതുവരെ അവിടെ പോയില്ലേ എന്നെങ്ങനെ ചോദിക്കും? കോമൺ യുവർ ആൻസർ.